പൊന്നാനിയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം പള്ളിയാണ് ഇത്. ഇതാണ് പള്ളിയുടെ പ്രവേശന കവാടം. കവാടം കടന്ന് അകത്ത് കയറിയിരിക്കുന്നു. ആയിരത്തി 467 കൊച്ചിയിലാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് ചരിത്രം. ചെറുപ്പകാലങ്ങളിൽ തന്നെ മതപഠനത്തിന് പ്രാധാന്യം കൊടുക്കുകയും പിന്നീട് വലിയൊരു പണ്ഡിത സദസ്സായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. അദ്ദേഹം മക്കയിലും അവിടെ നിന്ന് ഈജിപ്തിലും ഒക്കെ പോയി ബിരുദം നേടിയ ഒരു ആൾ കൂടി തന്നെയാണ്. വലിയ ഒരു പണ്ഡിത സദസ്സ് തന്നെയാണ് അദ്ദേഹം. ഇവിടെ ഇങ്ങനെ ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കവാടം കടന്നാൽ പള്ളിയുടെ പുറകു വശത്തെത്താം. ഇവിടെ ഇങ്ങനെ ഒരു കുളം കാണാം. കുളത്തിനും ഏതാണ്ട് പള്ളിയുടെ അത്ര തന്നെ പഴക്കം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ചുറ്റും ചില പഠനശാലകളൊക്കെയുണ്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അകത്ത് കടന്നിരിക്കുന്നു. ഇതാണ് പള്ളിയുടെ പ്രധാന ഭാഗം. ഇവിടെ ചിലർ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. മറ്റു ചിലർ കാഴ്ചകൾ കാണുന്നു. ഈ ഗോണി കയറിയാൽ 1-ാം നിലയിൽ എത്താം. ചരിത്രം ഉറങ്ങുന്ന പള്ളിയുടെ പ്രധാന ഭാഗങ്ങൾ കാണാമെന്ന ആഗ്രഹത്തോട് തന്നെയാവാം വലിയ തടിയുള്ള ആളുകളൊക്കെ നിഷ്പ്രയാസം ഗോണി അങ്ങനെ കയറിപ്പോകുന്നു. ഇവർ തമ്മിൽ പള്ളിയുടെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇതാണ് പള്ളിയുടെ 1-ാം നില. പൂർണ്ണമായും മരത്തടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു നിർമ്മിതി. എന്നാൽ ഇത് ഒറ്റ മരത്തിൽ തീർത്തു എന്നാണ് ചരിത്രം. എന്നാൽ എൻ്റെ ഒരു സംശയം അതൊന്നും അല്ല. ഒരു തടിയുടെ വിവിധ ഭാഗങ്ങളാണോ അതോ ഒരേ ഇനത്തിൽപ്പെട്ട തടിയാണോ എന്നാണ്.
രണ്ടാം നിലയിലേക്കുള്ള കോണിയാണ്. ഇതാണ് രണ്ടാം നില. ഇവിടെ എത്തിയപ്പോഴാണ് മരത്തിൻ്റെ വലിയൊരു ശേഖരം തന്നെ അടുക്കി വച്ചിരിക്കുകയാണ്. എവിടെയോ ചെറിയ പാളികളിൽ കൂടി എത്തി നോക്കുന്ന സൂര്യകിരണങ്ങൾ. ഇദ്ദേഹമാണ് പള്ളിയുടെ കാവൽക്കാരൻ. പള്ളി മാത്രം ഒരു മരം. അങ്ങനെ ഞങ്ങൾ ഷെയ്ഖിൻ്റെ ഖബർ ഒന്ന് കാണണം. ഈ പള്ളി പണി നടക്കുമ്പോൾ ഇവിടെ നിന്നും ഒരു ആശേരി ഇവിടെ താഴെ വീണ് മരിച്ചിരുന്നു അത്രേ. അദ്ദേഹത്തിൻ്റെ ഖബറാണ് ഇത്. ഈ വെള്ളയിൽ പച്ചയടിച്ച കല്ല് കാണുന്നതാണ് ഷെയ്ഖിൻ്റെ ഖബർ. നമ്മളെ ഈ ഉസ്താദ് ഏത് കാലഘട്ടത്തിൽ അവിടെ വന്നേ? 500 മേലുണ്ടോ? ഹിജ്റ വർഷപ്രകാരം. സമയക്കുറവ് കാരണം ഇയാളോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി.